കോടികൾ ഒഴുകുന്ന ഒരു ക്രിക്കറ്റ് ലീഗാണ് IPL. 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി മുതൽ 43 വയസ്സുകാരൻ MS ധോണി വരെ കോടികൾ കൈപ്പറ്റുന്നു. കളിക്കാർ തങ്ങളുടെ മികച്ച പ്രകടനത്തിലൂടെ പ്രശസ്തിയും പേരും കൈപ്പറ്റുന്നു കൂടി പറയാം. എന്നാൽ ഒരു മത്സരം നിയന്ത്രിക്കുന്ന അമ്പയർക്ക് എന്ത് കിട്ടുന്നുണ്ട്? IPL മത്സരങ്ങളുടെ അല്ലെങ്കിൽ ക്രിക്കറ്റ് മത്സരങ്ങളുടെ തന്നെ നട്ടെല്ല് എന്ന് പറയുന്നത് അമ്പയർമാരും മാച്ച് ഒഫീഷ്യൽസുമാണ്. ചില അമ്പയർമാരുടെ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റു പറയാനാകില്ല. DRS തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ട് എങ്കിലും അമ്പയർമാർ തന്നെയാണ് ക്രിക്കറ്റിലെ പല മത്സരങ്ങളുടെയും ഗതികൾ തന്നെ തീരുമാനിക്കുന്നത്. ഇത്രയും പണക്കൊഴുപ്പുള്ള ഈ IPL എന്ന ഈ ക്രിക്കറ്റ് ലീഗിൽ കളിക്കാർ കോടികൾ കൈപ്പറ്റുന്നുണ്ട്. എന്നാൽ ഈ അമ്പയർമാരും മാച്ച് ഓഫീഷ്യൽസും ഒരു കളി നിയന്ത്രിക്കുന്നതിലൂടെ എന്ത് കൈപ്പറ്റുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, കഴിയുമെങ്കിൽ സീക്ക് സ്പോർട്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കടക്കാം. ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് ലീഗുകളിൽ 4 ദിവസത്തെ മത്സരങ്ങളിൽ അമ്പയർക്ക് 1,60,000 രൂപയാണ് പ്രതിഫലമെന്നാണ് വെപ്പ്. എന്നാൽ അവരുടെ ഗ്രേഡ് അനുസരിച്ച് ശമ്പളം മാറുന്നുണ്ട് എന്നും പബ്ലിക് ഡൊമൈൻസിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. 30,000 മുതൽ 50,000 രൂപ വരെ ഒരു ദിവസത്തിന് വാങ്ങുന്ന അമ്പയർമാരുണ്ട്. അവരുടെ ഗ്രേഡിനും സീനിയോറിറ്റിക്കും അനുസരിച്ച് അത് മാറുന്നു. IPL അത്തരത്തിലാണെന്നാണ് വിവരം. ഏതായാലും ഫിറ്റ്നസ്, ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മണിക്കൂറുകളോളം ആവശ്യമുള്ള ഒരു ജോലി തന്നെയാണ് അമ്പയറിംഗ്. തന്റെ ഓരോ തീരുമാനവും കൃത്യമായി എടുത്തില്ലെങ്കിൽ അതൊരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചേക്കാം. പല വിവാദങ്ങൾക്കും കാരണമായേക്കാം. പല രാജ്യങ്ങൾ തമ്മിലുള്ള വിവാദങ്ങൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യതയോട് കൂടി ചെയ്യേണ്ട ജോലി തന്നെയാണ്. ചിലപ്പോൾ കടുത്ത പരിശോധനയ്ക്ക് വിധേയമാകേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ജോലി തന്നെയാണ് അമ്പയറിംഗ്. ഒരുപാട് ഉയർന്ന മാനസിക സമ്മർദ്ദങ്ങളും അവരുടെ ജോലിക്ക് ആവശ്യമുണ്ടതായി വരും. അതിനാൽ IPL വളരെ ഉയർന്ന പേയ്മെന്റ് ആണ് ഓരോ അമ്പയർമാർക്കും നൽകുന്നത്. പലരുടെയും ഗ്രേഡ് അനുസരിച്ച് പേയ്മെന്റ് മാറുമെന്നും പറയപ്പെടുന്നു. പക്ഷെ ഒരു ഏകീകരിച്ച എമൗണ്ട് പല പബ്ലിക് വെബ്സൈറ്റുകളും നൽകുന്നത് ഒരു 3 ലക്ഷം രൂപയാണ് ഒരു മത്സരം നിയന്ത്രിക്കുന്നതിന് IPL ഒരു അമ്പയർ കിട്ടുന്ന തുക. അതെ, ഓൺഫീൽഡ് അമ്പയർമാർക്കാണ്. ഫോർത്ത് അമ്പയർമാർക്കാകട്ടെ ഒരു മത്സരം നിയന്ത്രിക്കുന്നതിന് 2 ലക്ഷം രൂപയാണ് IPL ഗവേണിംഗ് അതോറിറ്റി നൽകുന്നതായാണ് വിവരം. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ മത്സരത്തിന് മുമ്പും ഓരോ അമ്പയർമാരും എടുക്കുന്നത്. DRS, അൾട്രാജ്, പുതിയ പല സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും അമ്പയർമാർക്ക് ഓൺഫീൽഡിൽ പെട്ടെന്നുണ്ടാകുന്ന ഡിസിഷനൊക്കെ എടുക്കാൻ കടുത്ത മാനസിക സമ്മർദ്ദം തന്നെ നേരിടേണ്ടി വരാറുണ്ട്. ആയതിനാലാണ് IPL ഇത്ര ഉയർന്ന പേയ്മെന്റും അമ്പയർമാർക്കുള്ളത്. ചില അമ്പയർമാർക്ക് കൂടുതലാണെന്നും ചില അമ്പയർമാർക്ക് സീനിയോറിറ്റി അനുസരിച്ച് കുറവാണെന്നും പല വെബ്സൈറ്റുകളും പറയുന്നുണ്ട്. പക്ഷെ ഒരു ഏകീകരിച്ച രൂപം എന്ന നിലയിൽ കൂടുതലും എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന നമ്മൾക്ക് നൽകുന്ന വിവരം 3 ലക്ഷം രൂപയാണ് ഓൺഫീൽഡ് അമ്പയർമാർക്കെന്നും 2 ലക്ഷം രൂപയാണ് ഫോർത്ത് അമ്പയർമാർ ഉൾപ്പെടെയുള്ള മാച്ച് എന്നാണ് നൽകുന്ന വിവരം. ഒരറിവും ചെറിയ അറിവല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ നോക്കിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് നോക്കിയേക്കുക, ഒന്ന് കൺഫേം ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. എല്ലാവർക്കും നമസ്കാരം.